ശരണ്യ, ഈ റോസമ്മയുടെ പല നുണകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് ശരണ്യാണ് ആദ്യമായി റോസമ്മയുമായി സംസാരിക്കുന്നത്. അന്ന് അവർ പറഞ്ഞ പല കാര്യങ്ങളിലും പല ദുരൂഹതയുണ്ടായിരുന്നു, പല സംശയങ്ങളും ഉയർന്നു വന്നതാണ്. പിന്നീട് പോലീസ് എത്തിയപ്പോൾ അവർ മറ്റൊരു മൊഴികൾ നൽകുന്നു പോലീസിനോട്. ഈ റോസമ്മയുടെ സ്ഥലവും പല രീതിയിലുള്ള അവരുടെ ആ പുരീടവും പല ദുരൂഹതകളും ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ജൂലിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഒരുപക്ഷെ ശരണ്യ ഈ വിവരം പുറത്തുവിടുമ്പോൾ അതല്ലെങ്കിൽ നൗഷാദ് ഇക്കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയതോടുകൂടിയാണ് ജൂലി എന്ന കഥാപാത്രത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. പോലീസിന് ഇവരെക്കുറിച്ച് വിവരമുണ്ടോ? നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലിയെക്കുറിച്ചും മകനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്താൻ തയ്യാറാകുമോ ശരണ്യ? നമ്മളിത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി വിവരം ജൂലിയെ സംബന്ധിച്ചുള്ള വിവരം പങ്കുവച്ചിരുന്നു. അവർ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ജൂലിയെ ഒരിക്കൽ ആലപ്പുഴയിൽ വന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡാണ് എന്നുള്ളൊരു മറുപടിയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നൗഷാദ് പറയുന്ന ഒരു വാചകം വളരെ പ്രസക്തമാണ്. സെബാസ്റ്റ്യൻ, ഐഷ, ഒപ്പം തന്നെ റോസമ്മ, ഈ 3 പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ജൂലി എന്നുള്ളതാണ്. കാരണം സെബാസ്റ്റ്യൻ ആ വീട്ടിലെ സജീവ സാന്നിധ്യമായിരുന്ന ഘട്ടത്തിൽ ജൂലി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് നൗഷാദ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ എത്തിയിട്ടുള്ള ആളുകൂടിയാണ് ഈ നൗഷാദ് പറഞ്ഞത് 2 സെപ്റ്റിക് ടാങ്കുകൾ ആ വീട്ടിൽ ഈ കോഴി ഫാമിനോട് ചേർന്ന് റിങ്ങുകൾ ഇറക്കാനായി റോസമ്മ നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അത് നിർമ്മിച്ച ഘട്ടത്തിൽ താൻ ചോദിച്ചപ്പോൾ തന്നോട് പറഞ്ഞത് നഗരസഭയുമായി ചേർന്ന് മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് അത് വളമാക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടാങ്കുകൾ ഇറക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ ടാങ്കുകളെ സംബന്ധിച്ച് പിന്നീട് ഒരു പ്രവൃത്തിയും നടന്നില്ല എന്നുള്ളതും നൗഷാദ് പറഞ്ഞത്. ടാങ്കുകൾ ഇറക്കി മൂടിയെന്നതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് നടന്നില്ല എന്നുള്ളത് നൗഷാദ് പറയുമ്പോൾ അതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഈ കോഴി ഫാമിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നൗഷാദ് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇവരൊരു ലാഭത്തിനോ ഒന്നും വേണ്ടിയല്ല ഈ ഫാം ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. അവിടെ വന്നിട്ടുള്ള പണിക്കാർക്ക് പോലും സൗജന്യമായി കോഴികളെ നൽകിയിരുന്നു എന്നുള്ളതാണ്. ഈരാറ്റുപേട്ടയിലേക്ക് കോഴികൾ എടുക്കാനാണെന്ന് പറഞ്ഞു പോയാൽ 2-3 ദിവസം കഴിഞ്ഞാണ് റോസമ്മ മടങ്ങി വരുന്നതടക്കമുള്ള വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഐഷ തിരോധാന കേസിൽ നമ്മളോട് റോസമ്മ പറഞ്ഞത് താൻ ഐഷയെ പണം കൊടുത്ത് സഹായിച്ചിരുന്ന ഒരാളാണ് എന്നുള്ളൊരു പിക്ചറാണ് റോസമ്മ നമുക്ക് നൽകുന്നത്. എന്നാൽ ഐഷ സ്ഥിരമായി എത്തിക്കൊണ്ടിരുന്ന വീടാണ് നൗഷാദിൻ്റെതെന്ന് നൗഷാദ് പറയുന്നുണ്ട്. നൗഷാദ് വ്യക്തമാക്കുന്നത് ഈ സ്ഥലം റോസമ്മ ഇടനില നിന്ന് ആണ് ഈ സ്ഥലം ദല്ലാൽ ആയിട്ട് ഇടനില നിന്നാണ് ഈ ഐഷ ഈ സ്ഥലം വാങ്ങുന്നത്. ആ വാങ്ങുന്ന ഘട്ടത്തിൽ ഐഷയോട് കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഐഷയുടെ തിരോധാനത്തിന് ശേഷം 1 വർഷത്തിന് ശേഷം ഈ പ്രോപ്പർട്ടി മക്കൾക്ക് കൊടുക്കുന്ന ഘട്ടത്തിൽ ഇടനില നിന്ന് ആദ്യം ആ പ്രോപ്പർട്ടി റോസമ്മയുടെ പേരിലേക്ക് എഗ്രിമെന്റ് ചെയ്തതിനു ശേഷമാണ് പിന്നീട് റോസമ്മ ഇടനില നിന്നാണ് സേവ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അത് വിറ്റത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ 2 ഘട്ടത്തിലും പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്, സാമ്പത്തിക നേട്ടം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള നിർണായകമായ വിവരവും നൗഷാദ് നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. റോസമ്മ, ഐഷ, ഒപ്പം തന്നെ ഐഷയുടെ ബന്ധുക്കൾ ഇവരെല്ലാവരുമായി അടുത്ത ബന്ധമുള്ള ആളാണ് സെബാസ്റ്റ്യൻ. ഓരോ ഘട്ടത്തിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഓരോ ഘട്ടത്തിലും ഇടപെടുമ്പോഴും സെബാസ്റ്റ്യന് സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതായത് റോസമ്മ പറഞ്ഞതുപോലെ ഐഷ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യൻ എന്ന വ്യക്തി ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് 100% കളവാണ് എന്നുള്ളതാണ്. സജീവമായി ഓരോ ഘട്ടത്തിലും ഈ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഈ കേബിള്, അയൽവാസിയുടെ കേബിള് കോമ്പൗണ്ടിൽ കൂടെ പോയപ്പോൾ തീയിട്ട് കത്തിച്ചത് ഉൾപ്പെടെയുള്ള കേസുകൾ ഉൾപ്പെടെ ഇവർക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി പറയുമ്പോൾ നമ്മൾ ഈ കണ്ടതിനും അപ്പുറം ദുരൂഹതകൾ റോസമ്മ എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ് കേട്ടോ. തീർച്ചയായും ശരണ്യ, കഴിഞ്ഞ 7 ദിവസങ്ങളായി സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. ഇയാളുടെ മൊഴികൾ പൂർണ്ണമായും, അതായത് പരസ്പര വിരുദ്ധമാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്താണ് സംഭവിച്ചത്, ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും തുറന്നു പറയാൻ സെബാസ്റ്റ്യൻ തയ്യാറായിട്ടുണ്ടോ? കാരണം നമുക്കറിയാം, ഇതിനു മുൻപ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അതിവിദഗ്ധമായ രീതിയിൽ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യങ്ങളിൽ കുടുങ്ങാതെ തന്ത്രപരമായി ഈ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കുന്നു. ഒരു കാരണവശാലും ഈ കുറ്റങ്ങൾ സമ്മതിക്കാൻ അയാൾ തയ്യാറായിട്ടില്ല. അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഫോറൻസിക്
ശാസ്ത്രീയ പരിശോധനാ ഫല റിപ്പോർട്ട് പുറത്തുവരുമെന്ന വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട്, അതായത് ആ അസ്ഥികൂടങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ടോ? അതോടൊപ്പം ഈ സെബാസ്റ്റ്യന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ശരണ്യ. ടോമെ, ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ, അതായത് ഈ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് കോട്ടയം, ആലപ്പുഴ ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് അല്പസമയം മുമ്പ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടന്നതേ ഉള്ളൂ. കോട്ടയത്ത് ഈ കേസ് അന്വേഷിക്കുന്ന സാജൻ സേവ്യർ, ഡിവൈഎസ്പി സാജൻ സേവ്യർ, ഒപ്പം തന്നെ കോട്ടയം ക്രൈംബ്രാഞ്ച് മേധാവി SP ഗിരീഷ് P സാരഥി, ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള മോഹനചന്ദ്രൻ IPS അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അവർ ഇതിനകത്ത് നിർണായകമായ പല നീക്കങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം സെബാസ്റ്റ്യൻ ഈ തിരോധാന കേസുകളിൽ നിർണായക പങ്കുണ്ട് എന്ന് എല്ലാ രീതിയിലും പോലീസിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ എവിഡൻസ് ഇതുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യാനാകും എന്നുള്ള ഒരു നീക്കത്തിലാണ്, അന്വേഷണ സംഘം. അതിനുവേണ്ടി ഈ 2 ജില്ലകളിലെയും, പ്രത്യേകിച്ച് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ്, ഐഷ തിരോധാനം, സിന്ധുവിന്റെ തിരോധാനം അടക്കമുള്ള കേസുകൾ ഇവിടെയാണുള്ളത്. ജൈനമ്മ തിരോധാനമാണ് കോട്ടയത്തുള്ളത്. പക്ഷേ കോട്ടയത്തെ കേസിലാണ് ഏറ്റവും കൂടുതൽ തുമ്പുകൾ ലഭ്യമായിട്ടുള്ളത്. മറ്റ് കേസുകൾ നിലവിലത്തെ അന്വേഷണ സംഘം വളരെ ഭംഗിയായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് ആക്ഷൻ കൗൺസിൽ അംഗമായിട്ടുള്ള ബിന്ദു തിരോധാന കേസിലെ ആക്ഷൻ കൗൺസിൽ പ്രതിനിധിയായിട്ടുള്ള രൂപേഷിന്റെ അടക്കമുള്ള മൊഴി അവർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ബിന്ദുവിന്റെ സ്വത്തുക്കൾ എഴുതി വാങ്ങിയിട്ടുള്ള, ബിന്ദുവിന്റെ സ്വത്തുക്കൾ വിറ്റു എന്ന് കാണുന്ന സതീശൻ എന്ന വ്യക്തി, അയാളെ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് വിശദാംശങ്ങൾ അന്വേഷണ സംഘം, കോട്ടയം സംഘം തേടിയിട്ടുണ്ട്. സതീശന്റെ വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് കോട്ടയത്ത് നിന്നുള്ള സംഘം തേടിയതെന്ന് അറിയില്ല. പ്രത്യേകിച്ച് അത് ബിന്ദു കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അങ്ങനെ ഈ 2 കേസുമായി കണക്ട് ചെയ്ത് പരമാവധി വിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിലാണ്. DNA പരിശോധനാ ഫലം ഉടൻ വരുമെന്ന് പറഞ്ഞുവെങ്കിലും അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതുവരെ അന്വേഷണ സംഘം പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. ഈ DNA സാമ്പിളിന്റെ റിസൾട്ടാണ് ഈ കേസിലെ ഏറ്റവും വലിയ നിർണായകം. കാരണം അത് ഐഷയുടേത്, അത് റോസമ്മയുടേത് തന്നെയാണോ, ഈ ജൈനമ്മയുടെ തന്നെയാണോ എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തണം. ഇനി അതല്ലെങ്കിൽ മറ്റാരുടേതാണ് എന്നുള്ള വളരെ ഉദ്യോഗജനകമായ ചോദ്യങ്ങൾ അതിനകത്ത് ഉയരാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ അന്വേഷണ സംഘത്തിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് അത് ജൈനമ്മയുടെ തന്നെയാണ്. പക്ഷേ ഇത്രയധികം ക്രൂക്കഡായി, കണ്ണിങ്ങായി കാര്യങ്ങൾ ചെയ്ത സെബാസ്റ്റ്യൻ ഒരു ഓലക്കീറിന്റെ അടിയിൽ കൊണ്ട്, വളരെ ചെറിയ ആഴത്തിൽ പോലുമല്ലാത്ത ഒരു കുഴിയുടെ അടിയിൽ കൊണ്ട് ഇത്തരത്തിൽ എല്ലിൻ കഷ്ണങ്ങൾ ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ടോം. യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ പള്ളിപ്പുറത്തെ സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പുതിയ ഒരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നിരിക്കുന്നത്.